Hi everyone, this is Evince from Evica. അങ്ങനെ നമ്മുടെ വാട്ച്ച്OS 10.3 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 321 MB എൻ്റെ ആപ്പിൾ വാച്ച് സീരീസ് 7 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 300 മുതൽ 500 MB വരെയാണ് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iOS 17.3 ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, tvOS, HomePodOS എന്നിങ്ങനെ എല്ലാ പുതിയ അപ്ഡേഷൻസും റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പഴയ നമ്മുടെ iOSനും അതേപോലെ ബാക്കി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ആപ്പിൾ പുതിയ അപ്ഡേഷൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാച്ച്OS 10.3ൻ്റെ വിശേഷം പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് കുറേ കൂട്ടാറുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സ്, അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വാച്ച്OS 10.3 21S644 എന്ന ഇതാണ് ഈ പറഞ്ഞ വാച്ച്OS 10.3ൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോൾ എല്ലാ ആപ്പിൾ വാച്ച് യൂസേഴ്സിനും പേടിയാണ് ബ്ലഡ് ഓക്സിജൻ എന്ന് പറഞ്ഞ ഫീച്ചർ ആപ്പിൾ റിമൂവ് ചെയ്യുമെന്ന്. പക്ഷേ ലക്കിലി എല്ലാ എക്സിസ്റ്റിംഗ് ആപ്പിൾ വാച്ച് യൂസേഴ്സിനും ബ്ലഡ് ഓക്സിജൻ്റെ ഓപ്ഷൻ ആപ്പിൾ റിമൂവ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഇനി മുതൽ ആപ്പിൾ വാച്ച് അമേരിക്കയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ബ്ലഡ് ഓക്സിജൻ എന്ന് പറഞ്ഞ ഫീച്ചർ ആപ്പിൾ വാച്ച് സീരീസ് 9ലും അതേപോലെ അൾട്രാ 2ലും ലഭിക്കില്ല. ആ ഒരു ഫീച്ചർ ഇല്ലാതെ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന എല്ലാ ആപ്പിൾ വാച്ചും അമേരിക്കയിൽ ഇറങ്ങാൻ പോകുന്നത്. ഇനി വാച്ച്OS 10.3ൽ വന്ന പുതിയ ആപ്പിൾ വാച്ചിൻ്റെ വാച്ച് ഫേസ് നമുക്ക് നോക്കാം. നേരെ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഒരു പുതിയ വാച്ച് ഫേസ് സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ വാച്ച് ഫേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ ന്യൂ എന്ന് കൊടുക്കാം. ന്യൂ വാച്ച് ഫേസസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നേരെ താഴത്തേക്ക് പോവാം. ഇവിടെ യൂണിറ്റി ബ്ലൂം എന്ന് പറയുന്ന പുതിയ വാച്ച് ഫേസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ആഡ് ഓപ്ഷൻ കൊടുത്ത് നമ്മളിവിടെ സിംഗിൾ ബ്ലൂമും ഉണ്ട്, അതേപോലെ ഫുൾ ബ്ലൂമും ഉണ്ട്. സിംഗിൾ ബ്ലൂമിലേക്ക് ആദ്യം നോക്കാം. ഇവിടെ നമുക്ക് 5 കളർ വേരിയൻ്റ് ആണ് വരുന്നത്. യൂണിറ്റി, അതേപോലെ ബ്ലാക്ക്, പിന്നെ മൾട്ടി കളർ, ഗ്രീൻ, റെഡ്. അതോടൊപ്പം ഈ പറഞ്ഞ സിംഗിൾ ബ്ലൂമിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് സുഖമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോക്കുന്ന പോലെ ഈ പറഞ്ഞ 4 സൈഡിലും കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്റ്റൈലായിട്ടുള്ള ഫുൾ ബ്ലൂം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിലും 5 കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, അതേപോലെ യൂണിറ്റി, മൾട്ടി കളർ, റെഡ് ആൻഡ് ഗ്രീൻ. നമുക്ക് നേരെ യൂണിറ്റി എന്ന കളർ തന്നെ സെലക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഒരു കോംപ്ലിക്കേഷൻസ് പോലും ഈ പറഞ്ഞ ഫുൾ ബ്ലൂമിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ഫുൾ ബ്ലൂമിൽ വരുന്ന ഒരു ഡെപ്ത് ഓഫ് ഫീലുള്ള നല്ലൊരു വാച്ച് ഫേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ച് ഫേസിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നമ്മുടെ iOS 17.3ലും യൂണിറ്റി ബ്ലൂമിൻ്റെ വാൾപേപ്പർ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂണിറ്റി ബ്ലൂമിൻ്റെ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ iOS 16, 15 ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ഡിവൈസുകൾക്ക് ഈ ഒരു വാൾപേപ്പർ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ വേണമെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ ഒരു വാൾപേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഈസി ആയിട്ട് ഈ പറഞ്ഞ എല്ലാ പുതിയ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വാച്ച് ഫേസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ആപ്പിൾ പുതിയൊരു വാച്ച് ബാൻഡും റിലീസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റി ബ്ലൂമിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വാച്ച് ബാൻഡും നമ്മുടെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കും. വാച്ച്OS 10.2ൽ നമുക്ക് വന്നൊരു ഓപ്ഷനാണ് സ്വൈപ്പ് ത്രൂ വാച്ച് ഫേസസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ വാച്ച് ഫേസ് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ പഴയ വാച്ച്OS 9ലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ വാച്ച്OS 10.3ലേക്ക് വന്നപ്പോൾ ആ ഒരു ഓപ്ഷൻ ഡിഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. വാച്ച്OS 10.2ൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ മാനുവലി ഓൺ ചെയ്യണമായിരുന്നു. 10.3ലേക്ക് വന്നപ്പോൾ അത് ഡിഫോൾട്ടായിട്ട് എല്ലാ ആപ്പിൾ വാച്ചുകൾക്കും ഓൺ ആയിട്ട് തന്നെയാണ്
വരുന്നത്. ആൻഡ് നമ്മുടെ പുതിയ വാച്ച് ഫേസുകൾക്ക് സ്നൂപ്പി എന്നാണ് വാച്ച് ഫേസിന് കണ്ടിന്യൂസ് ആയിട്ട് ആപ്പിൾ പുതിയ അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ഓരോ റീജിയൻ അനുസരിച്ച് നമുക്ക് പുതിയ വാച്ചിലെ ആ ഒരു ആനിമേഷൻസ് മാറുന്നുണ്ട്, നമ്മുടെ വെതർ അനുസരിച്ച് മാറുന്നുണ്ട്. ആൻഡ് കുറേയധികം പുതിയ ആനിമേഷൻസ്, ഏകദേശം 15 പുതിയ ആനിമേഷൻസും നമ്മുടെ ഈ പറഞ്ഞ സ്നൂപ്പിയിൽ വന്നിട്ടുണ്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ ഇനി മുതൽ നമുക്ക് കൊളാബറേറ്റ് പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ വാച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നേരെ നമ്മുടെ ഈ പറഞ്ഞ ലൈബ്രറിയിലേക്ക് പോവാം. ലൈബ്രറിയിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യാം. പ്ലേലിസ്റ്റിൽ ഇവിടെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്രിസ്മസ് ബ്ലിസ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇത് കൊളാബറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. ആ എല്ലാ പാട്ടുകളും നമുക്ക് ഈ ഒറ്റ വാച്ചിൽ നിന്ന് ട്രാക്ക് ചെയ്ത് അതേപോലെ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി വാച്ചസ് 10.3 വന്ന ബഗ്സും ബഗ് ഫിക്സസും ചോദിക്കാം. ഏറ്റവും വലിയ ബഗ് വന്നിരിക്കുന്നത് എനിക്ക് ഈ പറയുന്ന സ്ക്രീനിൽ വാച്ച് ഫേസ് സ്വിച്ച് ചെയ്യാനുള്ള ആ ഒരു ബഗ്ഗാണ്. കുറച്ച് നേരം മുമ്പ് വരെ എനിക്ക് ഈ പറഞ്ഞ ബഗ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് അടുത്ത അപ്ഡേഷനിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആപ്പിൾ റിസോൾവ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ലാഗോ ബാക്കി കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. നേരെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി വർക്കൗട്ട് എടുക്കാം. വർക്കൗട്ടും ഫാസ്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കോൾസ് എടുക്കാം. കോൾസ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നേരെ ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുക്കാം. കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തപ്പോഴും നല്ല ഫാസ്റ്റ് ആയിട്ട് ഞാൻ ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഈ പറഞ്ഞ പെർഫോമൻസിൽ വലിയ ലാഗോ അതേപോലെ വലിയ പെർഫോമൻസ് ഇഷ്യൂസോ കാണിക്കുന്നില്ല. ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, ഒരു അപ്ഡേഷന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ബാറ്ററിയുടെ ആ ഒരു പെർഫോമൻസ് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ബാറ്ററി പെർസെൻറ്റേജും അതേപോലെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നേരെ സെറ്റിങ്സിൽ പോവുക. അവിടെ താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ബാറ്ററി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബാറ്ററി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ശേഷം ബാറ്ററി ഹെൽത്ത് എടുക്കുമ്പോൾ കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഏകദേശം 84% എൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. എൻ്റെ ബാറ്ററിയുടെ ആ ലോഗോ ഒക്കെ മനസ്സിലാവും. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എൻ്റെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് സീരീസ് 7 എനിക്ക് നൽകുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ പുതിയ വാച്ചസ് 10.3ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതോടൊപ്പം പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞെന്ന് കരുതുന്നു. സോ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ പുതിയ അപ്ഡേഷൻസും ബാക്കി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എബിൻ സേവിയർ ഫ്രം എബിക്ക.